നെന്മാറ ഇരട്ടക്കൊലക്കേസ് പ്രതി ചെന്താമര റിമാൻഡിൽ വിശദമായ ചോദ്യം ചെയ്യലിന് ശേഷമാണ് ചെന്താമരയെ ആലത്തൂർ മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കിയത്. കുറ്റം കോടതിയിൽ ഏറ്റുപറഞ്ഞ ചെന്താമര തനിക്കുള്ള ശിക്ഷ വേഗത്തിൽ നടപ്പാക്കണമെന്ന് ആവശ്യപ്പെട്ടു. ഇന്നലെ രാത്രിയാണ് പ്രതി പോലീസിന്റെ പിടിയിലായത്. ഫെബ്രുവരി 12 വരെയാണ് നെന്മാറ ഇരട്ടക്കൊലപാതക കേസിലെ പ്രതി ചെന്താമരയെ ആലത്തൂർ മജിസ്ട്രേറ്റ് കോടതി റിമാൻഡ് ചെയ്തത്. ബുധനാഴ്ച വൈകിട്ടോടെയാണ് പ്രതിയെ കോടതിയിൽ ഹാജരാക്കിയത്. തന്നെ എത്രയും വേഗം ശിക്ഷിക്കണമെന്നായിരുന്നു കോടതിയിൽ ചെന്താമരയുടെ ആവശ്യം. എല്ലാം ചെയ്തത് ഒറ്റയ്ക്കാണ്. 100 വർഷം വരെ ശിക്ഷിച്ചോളൂ. മകളുടെയും മരുമകന്റെയും മുന്നിൽ തലകാണിക്കാൻ പറ്റില്ലെന്നും ചെന്താമര കോടതിയെ അറിയിച്ചു. പ്രതി കൊല നടത്തിയത് കൃത്യമായ ആസൂത്രണത്തോടെയാണെന്നാണ് പോലീസ് കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിലുള്ളത്. ഇതിനായി ദിവസങ്ങൾക്ക് മുൻപ് തന്നെ കൊടുവാൾ വാങ്ങിയിരുന്നു. പൂർവ്വവൈരാഗ്യത്തിലാണ് കൊലപാതകം നടത്തിയത്. തന്റെ പദ്ധതി കൃത്യമായി നടപ്പിലാക്കിയതിന്റെ സന്തോഷം പ്രതിക്കുണ്ടായിരുന്നു. പ്രതി പുറത്തിറങ്ങിയാൽ ഒരു പ്രദേശത്തിന് മുഴുവൻ ഭീഷണിയാണെന്നും പ്രതിയിൽ നിന്നും അയൽവാസികൾക്ക് തുടർച്ചയായി വധഭീഷണിയുണ്ടെന്നും റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. തിങ്കളാഴ്ച രാവിലെ 10 മണിയോടെയാണ് പോന്തുണ്ടി സ്വദേശികളായ സുധാകരനെയും അമ്മ മീനാക്ഷിയെയും അയൽവാസിയായ ചെന്താമര കൊലപ്പെടുത്തിയത്. സ്കൂട്ടറിൽ വരികയായിരുന്ന സുധാകരനെ വഴിയിൽ വെച്ച് വെട്ടിവീഴ്ത്തുകയായിരുന്നു. തൊട്ടുപിന്നാലെ ശബ്ദം കേട്ട് ഇറങ്ങിവന്ന മീനാക്ഷിയെയും ചെന്താമര വെട്ടി. സുധാകരൻ സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ മരണപ്പെട്ടു. മീനാക്ഷിയെ ആശുപത്രിയിലെത്തിച്ചെങ്കിലും മരണം സംഭവിക്കുകയായിരുന്നു. 2019 സുധാകരന്റെ ഭാര്യ സജിതയെയും ചെന്താമര കൊലപ്പെടുത്തിയിരുന്നു. ഭാര്യ പിണങ്ങിപ്പോയതിന് കാരണം നീണ്ട മുടിയുള്ള സ്ത്രീയാണെന്ന മന്ത്രവാദിയുടെ വാക്കുകൾ വിശ്വസിച്ചാണ് അന്ധവിശ്വാസിയായ ചെന്താമര സജിതയെ കൊലപ്പെടുത്തിയതെന്നും വിവരമുണ്ടായിരുന്നു. ന്യൂസ് ഡെസ്ക് കണ്ണൂർ വിഷൻ.